ദിവ്യ എസ് അയ്യർ വിവാദത്തിൽ അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറയേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. ഇവിടെ ഡിഫെൻസീവിലായത്, പ്രതിരോധത്തിലായത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയാണ്. ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ അമ്പയെ പരാജയപ്പെട്ടു പോയ കോൺഗ്രസ് പ്രസ്ഥാനം. പിന്നെ അവർ ദിവ്യ എസ് അയ്യർ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായി പോയതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒട്ടും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. അത് ഏറ്റെടുത്തിട്ട് ഇപ്പം എന്തായി കാര്യം? ഇതിൽ അവരുടെ ഭർത്താവ് കോൺഗ്രസ് നേതാവായ KS ശബരിനാഥൻ പോലും പറഞ്ഞത് അപക്വമായ ഒരു വിലയിരുത്തലായിപ്പോയി. അതിന് പിന്നാലെ K മുരളീധരൻ ചാടിക്കേറി അതേ കയറി കടിച്ചു പിടിച്ചിട്ട് പറഞ്ഞത് അതിനേക്കാൾ അബദ്ധമായി. എന്താ K മുരളീധരൻ പറഞ്ഞത്? അധികം സോപ്പിടണ്ട, സോപ്പ് ഇട്ടോളൂ, പക്ഷെ വല്ലാണ്ട് പതപ്പിക്കരുത്. എത്ര അപക്വമായ ഒരു പ്രസ്താവനയാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. K മുരളീധരൻ്റെ കളിയാക്കലിന് പറഞ്ഞ മറുപടി പതയല്ല, പതപ്പിക്കലല്ല എന്നർത്ഥം. ഞാൻ നടക്കുന്ന എൻ്റെ ജീവിത പാതയാണ്, ഇനിയും തുടരും എന്നാണ് ദിവ്യ എസ് അയ്യർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഞാനൊരു വിലയും കൽപ്പിക്കുന്നില്ല, എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്. ഇനി വേറെ ചില സോഷ്യൽ മീഡിയ കമൻറ്റുകൾ, ശബരിനാഥനും ഭാര്യ ദിവ്യ എസ് അയ്യരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ശബരിനാഥൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ദിവ്യ ഇരുന്നിട്ട് കാലിന്മേൽ കാല് കയറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇവൾ അഹങ്കാരിയല്ലേ? സ്ത്രീകൾ കാലിന്മേൽ കാല് കയറ്റി വയ്ക്കാൻ പാടില്ല അത്രേ. ഇപ്പം വിഴിഞ്ഞത്ത് ആദ്യ ചരക്കപ്പൽ വന്നപ്പോൾ അന്ന് നടന്ന സ്വീകരണ ചടങ്ങിൽ വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രിയെ ഇരുത്തിയിട്ട് ദിവ്യ എസ് അയ്യർ വിസിലിൻ്റെ MD പ്രസംഗിച്ച വാചകങ്ങൾ പിന്നെ എന്തൊക്കെ ആഘോഷിച്ചതിൻ്റെ പേരിൽ അവർ പറഞ്ഞ എന്താണ്? വൻകിട പദ്ധതികൾ അനന്തമായി നീളുന്ന ചരിത്രത്തിന് കേരളത്തിൽ ഇതോടെ വിരാമമായിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനെ പുകഴ്ത്തലാണത്രേ. സർക്കാരിനെ പുകഴ്ത്തലല്ല, സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ മാനിച്ചുകൊണ്ടൊരു ഉദ്യോഗസ്ഥർ പറയുന്ന വാക്കുകളാണത്. അപ്പോൾ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പലപ്പോഴായിട്ട് ദിവ്യ എസ് അയ്യരുടെ ഭർത്താവ് ഒരു കോൺഗ്രസ് നേതാവായതുകൊണ്ട്, KS ശബരിനാഥനായതുകൊണ്ട്, G കാർത്തികേയൻ്റെ മകനായി പോയതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ? അവർക്ക് അവരുടേതായ പ്രവർത്തന മണ്ഡലം മേഖലയുണ്ടല്ലോ. അവരവിടുത്തെ അതിനെക്കുറിച്ച് അവർ അഭിപ്രായം പറയുമല്ലോ. ഇപ്പോൾ വിസിലുമായിട്ട് ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖമായി ബന്ധപ്പെട്ട് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥയായി ആണവർ. അപ്പോൾ അവിടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള എല്ലാവിധ പിന്തുണയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ കുറിച്ചാണ് KK രാഗേഷിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അല്ലാതെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോയതിൻ്റെ പേരിൽ പറഞ്ഞതല്ല. ഓഫീസിൽ CM ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആ ഭാഗത്തു നിന്ന് കിട്ടിയ സഹകരണം, പിന്തുണ KK രാഗേഷ് മുൻകൈയെടുത്ത് ചെയ്തതിനെ പറ്റി 4 വർത്താനം പറഞ്ഞാൽ അത് പ്രീണിപ്പിക്കലായി പോയി, എങ്ങനെ പതപ്പിക്കലായി പോവും? വല്ലാണ്ടങ്ങ് പതപ്പിച്ചു എന്ന് K മുരളീധരൻ പറയുന്നത് എന്തിനാണ്? വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം വിഴിഞ്ഞത്തിൻ്റെ കമ്മീഷനിങ്ങിന് മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമെന്ന് കേരള സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. പിന്നെ ഇതുവരെയും വരാതിരുന്നത് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ വിവാദത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുകൂലമായിട്ട് ഒരു നിലപാടും എടുക്കാതിരുന്നിട്ടും അവസാനം പോട്ടെ, കേന്ദ്രത്തെ പിണക്കേണ്ട, ഈ പ്രോജക്റ്റിന് കേന്ദ്രത്തിന്റെ പിന്തുണ വേണം. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം അതായിരുന്നു, കേന്ദ്രത്തിന്റെ പിന്തുണ വിഴിഞ്ഞത്തിന് വേണം. ഇത് കേരളത്തിന്റെ മാത്രമായിട്ട് കാണാൻ പാടില്ല. ഇത് ഇന്ത്യയുടേതാണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്, വികസനത്തിന്റെ ഈ ഗ്രോത്ത് എഞ്ചിനാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞ ബ്ലൂ എക്കോണമി, അതിൻ്റെ ഭാവി. അതിൽ വിഴിഞ്ഞത്തിന്റെ പങ്കാണ് ഏറ്റവും വലിയ പങ്കായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് കേന്ദ്രം ഒഴിഞ്ഞു നിൽക്കരുത്, മാറി നിൽക്കരുത്, കേരളത്തിൻ്റെ കൂടെ നിൽക്കണം, സഹായിക്കണം എന്ന് ബാധിച്ചുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഇപ്പോഴും അത് തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തീരുമാനം നന്നായിരിക്കുന്നു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ആദ്യം വേണ്ട എന്ന്, കാരണം അതിൻ്റെ വ്യവസ്ഥകൾ കേരളത്തിന് വിരുദ്ധമായതുകൊണ്ടും വെറും 870 കോടി രൂപയ്ക്ക് 12,000 കോടിയോളം രൂപ ഇത്രയും വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ടി വരുന്ന ഒരു ബാധ്യത കേരളം ഏറ്റെടുക്കാൻ എങ്ങനെ പറ്റും എന്നൊക്കെ ആലോചിച്ച് തലപുണ്ണാക്കി ഈ പിണറായി സർക്കാർ അവസാനം ഇപ്പോൾ കേന്ദ്രത്തെ പിണക്കേണ്ട, നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വേണം, അതുകൊണ്ട് ആ ഫണ്ട് സ്വീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേ കേന്ദ്രം ഇപ്പം അനങ്ങി പച്ചക്കൊടി കാണിച്ച് നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന് വരാൻ തയ്യാറായിരിക്കുന്നു. കമ്മീഷനിങ്ങിന് ആയിക്കോട്ടെ, നല്ലത് നടക്കട്ടെ. വൈകിയാലും നല്ലതെന്ന് തന്നെ നമ്മൾ പറയും, ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറയും.
അത് ഞങ്ങളുടെ നിലപാടതാണ്. അപ്പം ഇവിടെ ഇതിനോടൊക്കെ പ്രതികരിച്ച് ശബരിനാഥൻ, ദിവ്യസയ്യരുടെ ഭർത്താവ് KS ശബരിനാഥൻ പറഞ്ഞ എന്താണ്? ദിവ്യയുടെ അഭിനന്ദനം സതുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ട്. എന്താണ് വീഴ്ച? അദ്ദേഹത്തിന്റെ പ്രസ്താവന മുഴുവൻ വായിച്ചിട്ട് ആ വീഴ്ച എന്താണെന്ന് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ബാക്കി അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. സർക്കാരിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന വ്യക്തിയാണ് ദിവ്യ. രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതിക്കും ഒപ്പം നിൽക്കണം എന്നുള്ളത് ഉദ്യോഗസ്ഥ ധർമ്മമാണ്. പിന്നെ ദിവ്യ അയ്യർ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർ വേറെ എന്ത് ചെയ്തു? അവരവരുടെ ധർമ്മമല്ല ചെയ്തത്. പിന്നെ എവിടെയാ വീഴ്ച വരുന്നത്? അതിൻ്റെ ഭാഗമായി പോസിറ്റീവായി വാക്കുകൾ പറയുന്നതിൽ തെറ്റില്ല. സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം, ഓക്കെ, ശരിയാണ്. പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് ഇതുപോലെയല്ല. അവിടെയാണ് ശബരിനാഥന്റെ കാഴ്ചപ്പാട് വികലമാണ് എന്ന് അദ്ദേഹം തെളിയിക്കുന്നത്. അവർക്ക് കിട്ടിയ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടിയ പിന്തുണയെക്കുറിച്ചാണ് അവരുടെ പ്രോജക്റ്റ്, അവരുടെ വ്യക്തികാര്യത്തിനല്ല. അവർ സർക്കാർ ചുമതലയിൽ എന്ത് പദ്ധതി നോക്കിക്കാണുന്നുവോ നടപ്പാക്കുന്നുവോ അതിന് കിട്ടിയ പിന്തുണയെ പറ്റിയാണല്ലോ പറഞ്ഞത്. അതെങ്ങനെ രാഷ്ട്രീയ നിയമനത്തെ അഭിനന്ദിക്കലാവൂ? പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തി അഭിനന്ദിച്ചത് അതുപോലെയല്ല. അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറ്റിയതാരാ? വിവാദമാക്കിയതാരാ? ഇവിടുത്തെ മാപ്രകൾ. അപ്പോൾ ഒരു വിഷയത്തെ മറ്റൊരു ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു. സത്യമാണ്. ശബരിനാഥൻ പറയുന്നു, മറ്റൊരു ഉദ്യോഗസ്ഥയാണ് ഈ പ്രസ്താവന നടത്തിയതെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ട് മൈൻഡ് ചെയ്തു? അത് കോൺഗ്രസ് നേതാവ് ശബരിനാഥന്റെ ഭാര്യയായതുകൊണ്ട് അതിനെ രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ആ രാഷ്ട്രീയ യുദ്ധം നയിക്കാൻ കെൽപ്പുള്ള ഒരു കോൺഗ്രസിൽ വേണമായിരുന്നു. ദിവ്യസയ്യർ കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമിയുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ വിതരണ ചടങ്ങിൽ അവർ പാട്ടുപാടി ആഘോഷിച്ചു. ഇതൊക്കെ കാണുമ്പോൾ അഹങ്കാരിയാണ്. അവള് ശരിയല്ല. ഈ പൊതുബോധം, ഈ പുരുഷ കേന്ദ്രീകൃത ഈ പൊതുബോധമുണ്ടല്ലോ, ഈ പൊതുബോധം, നമ്മൾ ഈ പുരോഗമനം പറയുന്ന നമ്മുടെ സമൂഹം, കേരള സമൂഹം ഇപ്പോഴും എത്രയോ നൂറ്റാണ്ട് പിന്നിലാണെന്ന് ഓരോ ദിവസവും തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് KR നാരായണി അന്ന് ബുള്ളറ്റ് ഓടിച്ചത് ഇപ്പോൾ ദിവ്യസയ്യര് പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നതിലും അല്ലെ കാലിന്മേൽ കാല് കയറ്റി വെച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നതിലും ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സ് ഇത്രയും മലീമസമായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം.